ഞാൻ സുജിത രതീഷ് ഫ്രം sujiscooking.com. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കോഴിക്കോടുകാരുടെ ഒരു പരമ്പരാഗത വിഭവമാണ്. ഇതിൻ്റെ പേരാണ് കൊച്ചിക്കോയ. ഈ കൊച്ചിക്കോയ നമുക്ക് വേണ്ടി തയ്യാറാക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട മറ്റുമ്മയാണ്. ഞങ്ങളുടെ നൈബർ ബുഷർത്താത്തയുടെ ഉമ്മയാണ് മറ്റുമ്മ. ബുഷർത്താത്ത നമ്മുടെ വീട്ടിലെ ഒരു അംഗം പോലെ തന്നെയാണ്. അപ്പോൾ മറ്റുമ്മയാണ് ഇന്ന് ഈ ട്രഡീഷണൽ രീതിയിലുള്ള ഡിഷ് നമുക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. എനിക്കിത് തയ്യാറാക്കാൻ അറിയില്ല, ഞാനിതുവരെ കഴിച്ചിട്ടുമില്ല. പക്ഷേ മറ്റുമ്മ ഇത് തയ്യാറാക്കുന്നതിലൊരു എക്സ്പേർട്ടാണ്. അപ്പോൾ നമുക്ക് മറ്റുമ്മയുടെ സ്പെഷ്യൽ കൊച്ചിക്കോയ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ കൊച്ചിക്കോയ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കൊല ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ പഴുത്ത പഴം വേണം, ഞെട്ട് കറുത്ത പഴം വേണം കേട്ടോ ഈ കൊച്ചിക്കോയ തയ്യാറാക്കാനായിട്ട്. ഇതൊരു 2-2.25 കിലോളം വരും. ഇത് നമുക്കൊന്ന് തൊലി കളഞ്ഞെടുക്കണം. തൊലി കളയുന്നതിന് മുമ്പ് ഈ പഴം രണ്ട് കയ്യിലിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം വേണം തൊലി കളയാൻ. അപ്പോൾ നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടി ഈസി ആയിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1-1.25 ടേബിൾ സ്പൂൺ ഇഞ്ചി പിഴിഞ്ഞ നീരാണ് കേട്ടോ. ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് പിഴിഞ്ഞെടുത്താൽ മതി. എന്നിട്ട് ഒരു സൈഡിൽ വെക്കുക. അതിനകത്തൊരു വൈറ്റ് ഊറി വരാനുണ്ടാവും അടിയിൽ. അപ്പോൾ അതെടുക്കാതെ മേലെയുള്ള തെളിഞ്ഞിരിക്കുന്ന ഇഞ്ചി നീര് മാത്രം എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഒരു 3 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി പിഴിഞ്ഞ നീരാണ്. ചെറിയ ഉള്ളി ഒന്ന് തൊലി കളഞ്ഞ് ചതച്ചതിന് ശേഷം പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ. പിന്നെ ആവശ്യമായിട്ടുള്ളത് ഒരു 1.5 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസാണ്, ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടുള്ള നീര്. പിന്നെ ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് തിളപ്പിച്ചാറിയ പശുവിൻ പാല്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1.25 കപ്പ് തേങ്ങാപ്പാലാണ്. തേങ്ങ പിഴിഞ്ഞ് 1-ാം പാലാണ് കേട്ടോ ഇത്. പിന്നെ നമുക്ക് ഒരു കലം വേണം. അത് മൺകുടമാകാം, സ്റ്റീലാകാം, അലുമിനിയം ആകാം, കുഴപ്പമില്ല. ഈ പഴമെല്ലാം ഇതിനകത്തേക്കിട്ട് നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ ഒന്ന് ജ്യൂസ് പോലെ അടിച്ചെടുക്കണം. ഇത് കടോക്കോലെന്ന് പറയും, നമ്മുടെ കടോലെന്ന് ഞങ്ങൾ പറയും. നമ്മുടെ തൈരൊക്കെ കടയാനെടുക്കുന്ന കടോലാണിത്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പഴം ഇടിച്ചെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് മൺകലം പൊട്ടിപ്പോകുന്നൊരു ഭയം ഉണ്ടെങ്കിൽ അലുമിനിയം സ്റ്റീലോ ഉപയോഗിച്ചാൽ മതി. ഇത് മറ്റുമ്മ ഞാൻ പറഞ്ഞില്ലേ എക്സ്പേർട്ടാണ്. അപ്പം മറ്റുമ്മ നല്ല അടിപൊളിയായിട്ട് ഇത് ചെയ്യും, വളരെ സേഫായിട്ട്. അപ്പോൾ നമ്മുടെ വളയിട്ട സുന്ദരിയുടെ കൈകൾ ജോലി തുടങ്ങിക്കഴിഞ്ഞു. ഇത് കുറച്ച് പണിയുള്ള പണിയാണ് കേട്ടോ, ഈ പഴം ജ്യൂസ് പോലെ കൈകൊണ്ട് ഉടച്ചെടുക്കാൻ. മറ്റുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്കും കണ്ടുപിടിക്കാമല്ലോ. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ആദ്യം മനസ്സിലാക്കുക, പഴം നല്ല ഒട്ടും കട്ടയില്ലാതെ ഉടഞ്ഞു കിട്ടണം. അപ്പോഴേ നമ്മുടെ കൊച്ചിക്കോയ്ക്ക് സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ. കലായതുകൊണ്ട് എനിക്ക് ചെറിയൊരു ഭയമുണ്ട്, എന്നാലും ഒന്ന് നോക്കാം. അപ്പോൾ പഴം ഒന്ന് അത്യാവശ്യം ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് വീണ്ടും ഒന്നുകൂടി ഇത് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇതിൽ ചെറിയ കട്ടയുണ്ട്, ഒട്ടും കട്ട ഉണ്ടാവാൻ പാടില്ല. അപ്പം പഞ്ചസാര ചേർത്തിട്ട് നമുക്കൊന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിൻ്റെ അളവ് നിങ്ങളുടെ ഒരു മധുരവും മധുരം എത്ര വേണം എന്നുള്ളതും പഴത്തിൻ്റെ ഒരു മധുരവും അനുസരിച്ച് ക്രമീകരിച്ചോളൂ കേട്ടോ. ഇനി ഈ പഴവും പഞ്ചസാരയും കൂടി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ ഉടഞ്ഞ് പഴം ഒട്ടും ഒരു കഷ്ണം ഇല്ലാത്തൊരവസ്ഥയിൽ ആക്കിയെടുക്കണം നമുക്ക്. ഞാൻ ഈ ഇളക്കും പോലെ പതുക്കെ അല്ല കേട്ടോ, മറ്റും നല്ല അടിപൊളിയായിട്ട് അത് മിക്സ് ചെയ്യേണ്ട രീതി നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതുപോലെ നല്ല സ്പീഡിൽ തന്നെ ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോഴേ പഴം ശരിക്കും അങ്ങോട്ട് ആവുള്ളൂ. ആവശ്യത്തിന് ബലം കൊടുത്ത് തന്നെ, അതായത് ആദ്യമേ പറഞ്ഞത്. അത്ര എളുപ്പമല്ലേ ഈ പഴം മിക്സ് ചെയ്തെടുക്കാനെന്ന്. നമ്മൾ ഇത് ട്രഡീഷണലായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് തന്നെ അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പഴവും പഞ്ചസാരയും നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് 1.5 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് പശുവിൻ പാൽ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഞ്ചി നീരും ചെറിയുള്ളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നീരും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇഞ്ചിയും ചെറുനാരങ്ങയും ഭയങ്കരമായിട്ടുള്ളൊരു റിഫ്രഷിങ് ഫീല് തരും. സമ്മറിലേക്കൊക്കെ ഒരു നല്ല സ്വീറ്റാണിത്. സ്വീറ്റെന്ന് പറയാൻ പറ്റില്ല,
ഇത് കഴിക്കുന്ന രീതി വേറെ ഉണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിനീരും ഉള്ളിനീരും ചെറുനാരങ്ങ നീരും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. വീണ്ടും പഴയ പോലെ തന്നെ നല്ല പോലെ കൊച്ചിക്കോയ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിലർ ഇതിൽ ചെറിയ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ഒരു 1-1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കും. ചിലർ ധാരാളമായിട്ട് ചേർക്കും. മറ്റുമ്പോൾ അതൊന്നും ചേർക്കാറില്ല കേട്ടോ. പിന്നെ അതുകൂടാതെ ചിലർ ശർക്കര ഉരുക്കിയിട്ട് ഒരു 1-1.5 ടേബിൾ സ്പൂൺ ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കുന്നതാണ്. നമ്മളിതിലൊന്നും അങ്ങനത്തെ ഒന്നും തന്നെ മറ്റുമ്മയുടെ കൊച്ചിക്കോയയിൽ ചേർക്കുന്നില്ല. അപ്പോൾ ഇതാ കൊച്ചിക്കോയ തയ്യാറായിട്ടുണ്ട്. കണ്ടോ, ഇതുപോലത്തെ ഒരു ഡ്രോപ്പിംഗ് കൺസിസ്റ്റൻസി, മുറിഞ്ഞാണിത് വീഴുന്നത്. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ സ്വാദിനെല്ലാം ഒരു ഷഡ്രസമാണിത്. അപ്പോൾ സ്വാദിനെല്ലാം ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് കഴിക്കേണ്ട രീതി ഞാൻ പറയാം. ഉപ്പ് ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് വേറൊരു സുന്ദരിയുടെ കൈകളാണ് കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ട ബുഷർ താത്തയാണ് ക്ലൈമാക്സിൽ മാത്രം ഇതൊന്ന് മിക്സ് ചെയ്യുന്നത്. ഇത്രയും സമയം ഇവിടെ നോക്കി നിൽക്കുകയായിരുന്നേ. അപ്പം നമ്മുടെ കൊച്ചിക്കോയ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കഴിക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഈ കൊച്ചിക്കോയ കഴിക്കുന്നത് വറുത്ത അവിലിൻ്റെ കൂടെയാണ് കേട്ടോ. നന്നായിട്ട് വറുത്തെടുത്ത നല്ല കറുമുറ ഉള്ള അവിലിൻ്റെ കൂടെയാണ് നമ്മളിത് കഴിക്കുന്നത്. ആദ്യം നമുക്ക് ആവശ്യത്തിനുള്ള അവൽ നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. എന്നിട്ട് കൈകൊണ്ട് അത് നന്നായിട്ടൊന്ന് പൊടിക്കണം. ഞാൻ പറഞ്ഞില്ലേ, നല്ല വറുത്ത അവില. നിങ്ങളുടെ കയ്യിൽ വറുത്ത അവിലില്ലെങ്കിൽ അടുപ്പിൽ ഒരു നോൺ സ്റ്റിക്കിലോ ഒരു സാധാ പാനിലോ വെച്ച് അതൊന്ന് വറുത്തെടുക്കണം, നല്ല ക്രിസ്പി ആയിട്ട്. അതിനുശേഷം കൈകൊണ്ട് പൊടിച്ചെടുത്ത് ഇതുപോലെ നമ്മൾ കറി ഒഴിക്കുന്ന പോലെ കൊച്ചിക്കോയ മേലെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടിത് കഴിക്കേണ്ടത് കൈകൊണ്ട് വാരിയിട്ട് ഹൈ സ്പീഡിലാണ് കേട്ടോ, സ്ലോ ആയിട്ടല്ല. പെട്ടെന്ന് കഴിക്കണം. അതാണ് അതിൻ്റെ ഒരു രീതി. നിങ്ങൾക്ക് കാണാം ഇപ്പം മറ്റുമ്മ കഴിക്കുന്നത് എങ്ങനെയാണെന്ന്. കണ്ടില്ലേ, സ്പീഡിൽ കഴിച്ചുകൊണ്ടിരിക്കണം. ഈ വിഭവത്തിൻ്റെ പേര് വളരെ കൗതുകകരമായ ഒരു പേരാണ്, കൊച്ചിക്കോയ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ പേര് വന്നതെന്ന്. അപ്പോൾ കൊച്ചിയിൽ നിന്ന് വന്ന ഒരു കോയ കുഴച്ച് ഉണ്ടാക്കിയത് കൊണ്ട് കൊച്ചിക്കുഴ എന്നാണ് ഇതിൻ്റെ പേരെന്നൊക്കെ പറയപ്പെടുന്നു. അത് പിന്നീട് കൊച്ചിക്കോയ എന്ന ഒരു ലോക്കൽ സ്ലാങ്, കോഴിക്കോടിൻ്റെ ഒരു ലോക്കൽ സ്ലാങ്ങിലേക്ക് കൊച്ചിക്കോയ എന്നായി മാറിയതാണെന്നും പറയുന്നു. എന്തായാലും എനിക്കറിയില്ല. പക്ഷേ വളരെ സൂപ്പർ റിഫ്രഷിംഗ് ആയ സമ്മറിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണിത്. ഭയങ്കര റിഫ്രഷിങ് ഒരു ഫീലാണ് നമുക്ക്. പിന്നെ പഴത്തിൻ്റെ ഒരു കുളിർമയും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. മറ്റുമ്മയുടെ സ്പെഷ്യൽ കൊച്ചിക്കോയ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. വീണ്ടും അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ. ഒരു കാര്യം കൂടി, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.